ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ കോളേജിൽ പോകാൻ ഒരുങ്ങി ഇറങ്ങിയതാണ്. ഞാനപ്പോൾ സ്കൂട്ടറിലാണ് പോകുന്നത്. രാവിലെ തൊട്ട് നല്ല മഴയുണ്ട്. ഞാൻ ഇറങ്ങാറായപ്പോൾ കുറച്ച് മഴ കുറവുണ്ട്. അങ്ങനെ ഞാൻ കോളേജിലെത്തി, ക്ലാസ്സിലെത്തി. ഞാൻ നേരത്തെ എത്തിയതുകൊണ്ട് അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ക്ലാസ്. അപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ ഉണ്ട്, ഓരോരോ പണികളിലാണ്. ഇത് PK, അനൂപ്, NV, പിന്നെ ഇത് നന്ദന. അപ്പോൾ അവരെല്ലാവരും ഓരോരോ പരിപാടികളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അക്വേറിയം ചെയ്യുന്നുണ്ട് 2 ഗ്രൂപ്പായിട്ട്. ഞങ്ങൾ ഗ്രൂപ്പ് 1ഉം അവർ ആദ്യം കാണിച്ച പിള്ളേർ ഗ്രൂപ്പ് 2ആണ്. അപ്പോൾ ഓരോരോ ഡിസ്കഷനിലാണ് അവർ. ഇത് അശ്വതി, നേരത്തെ കാണിച്ചത് അനസൂയ. അപ്പോൾ ഞങ്ങൾ ഏതൊക്കെ ഫിഷിനെ എടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള ഡിസ്കഷനിലാണ്. നമ്മുടെ ഒരു പയ്യൻ അക്വേറിയം ഷോപ്പിൽ പോയിട്ടുണ്ട്. അപ്പോൾ അവനോട് ഫോണിൽ കൂടെ സംസാരിക്കുന്നതാണ് ഈ കേൾക്കുന്നത്. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് ഏതൊക്കെ ഫിഷ് വേണം, അതിട്ടാൽ നന്നാവുമോ, ചെറുതിട്ടാൽ പ്രശ്നമാണോ, ഇതുങ്ങൾ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ടോ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുമാണ് ഈ ക്ലാസ്സിൽ, ഞങ്ങൾ 9 പേരാണ് ക്ലാസ്സിലുള്ളത്. അതിൽ ഞങ്ങൾ 2 പേരുമാണ് മാരീഡായിട്ടുള്ളവർ. ഞാനാണ് ഉള്ളതിൽ ഏറ്റവും വലിയ മൂത്ത മുതുക്കി എന്ന് പറയാനായിട്ട്. ബാക്കിയെല്ലാം ചെറിയ പിള്ളേരായിട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറ്റവും ഒരു മിനി അയൽക്കൂട്ടാണ് ഞങ്ങൾ കൂടിക്കഴിഞ്ഞാൽ. ഒരാളും കൂടി ഉണ്ട്, അനസൂയ. പുള്ളിക്കാരി അപ്പുറത്തെന്തോ പരിപാടിക്ക് പോയേക്കുന്നതുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് ഓരോരോ വർത്തമാനങ്ങളിലാണ്. ഞങ്ങൾക്കങ്ങനെ വിഷയങ്ങളൊന്നുമില്ല, എപ്പോഴും ഞങ്ങൾക്ക് വർത്തമാനമാണ്. ക്ലാസ്സിൽ ഞങ്ങൾ അടുത്തടുത്താണ്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ അക്വേറിയം സെറ്റിങ്ങിൻ്റെ പരിപാടിയിലോട്ട് കടന്നേക്കുവാണ്. അപ്പം അവിടെ എല്ലാ കാര്യങ്ങളും മേടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഔട്ട്ഫിറ്റ് ചെക്കിന് പോയതാണ്. ഇപ്പോൾ അക്വേറിയം താഴെ കിടന്നാണ്. അപ്പോൾ ഞങ്ങളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുവാണ്. ഇത് നമ്മുടെ ക്ലാസ് റൂമിൻ്റെ പുറകിലത്തെ ഒരു സ്പേസാണ്. അപ്പം അവിടെ ഇരുന്ന ഒരു അക്വേറിയം ടാങ്കിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമുക്കിതിന് 10 മാർക്ക് വെച്ചുണ്ട്, നമ്മുടെ സിലബസിലുള്ളതാണ്. അപ്പം ഞാനവിടെ ക്യാമറ വെക്കുന്ന കണ്ടിട്ട് പുള്ളിക്കാരി ഏതാണ്ടൊക്കെ കാണിക്കുന്നതാണ്. ഡാൻസ് സകലകലാ വല്ലഭിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് പല്ലവ്. അപ്പോൾ ഇവർ പ്രോജക്റ്റിൻ്റെ എന്തൊക്കെയോ വിഷയങ്ങളിലാണ് സാമ്പിൾസ് എല്ലാം എടുത്ത് വെച്ചിട്ട്. ഇതിപ്പം ഞാൻ പോകുന്ന വഴി മേടിച്ചുകൊണ്ട് വന്നതാണ് അക്വേറിയത്തിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യണം എന്നൊരു ഇതുമില്ല. അതിൻ്റെ ഇടയ്ക്ക് പല്ലവ് വരുന്നുണ്ട് അടി കൂടാനായിട്ട്. ഇവൻ വേറെ ടീമാട്ടോ. ഇവനെ കാണാതെയാണ് ഞങ്ങൾ ഓരോന്നും ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ വരും, ഇതെന്തിനാ, അതെന്തിനാ, മറ്റേതെന്തിനാന്ന് ചോദിച്ചുകൊണ്ട്. എന്നിട്ട് നമ്മളെല്ലാം ഓരോന്നോരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നമുക്ക് ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഫ്രൈഡേ ആണ്. നമുക്ക് തിങ്കളാഴ്ച ഇത് മുഴുവൻ സെറ്റ് ചെയ്ത്, എനിക്ക് പ്രാക്ടിക്കലിൻ്റെ എക്സാം മൺഡേ ആണ്. അപ്പോൾ അതിനുള്ളിൽ സെറ്റ് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ ഉച്ച വരെ ഞങ്ങൾ ഇതിൻ്റെ ഡിസ്കഷനിൽ നടക്കുക. അത് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കലിനുള്ള പഠിച്ചിട്ട് വേണം തിങ്കളാഴ്ചത്തേക്ക് ചെയ്യാൻ. വർത്തമാനങ്ങളും ഐഡിയാസും പ്ലാനിങ്ങും അല്ലാതെ വേറൊന്നും അവിടെ നടന്നിട്ടില്ല. ഞങ്ങളപ്പോൾ